പാഠപുസ്തക അച്ചടിയിൽ സർക്കാരിന് വീഴ്ച പറ്റിയെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. നടപടിക്രമങ്ങൾ പാലിച്ച് കുറവുകൾ നികത്തി പാഠപുസ്തക അച്ചടിക്കായി റീടെൻഡർ നടത്താൻ മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പ്രസിലെ അച്ചടി നിർത്തിവെച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 44 ലക്ഷത്തോളം പാഠപുസ്തകങ്ങളാണ് ഇനി അച്ചടിക്കാനുള്ളത്. സ്വകാര്യ പ്രസായ മണിപ്പാൽ ടെക്നോളജീസ് ലിമിറ്റഡിന് ടെൻഡർ നൽകാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനമാണ് മന്ത്രിസഭ റദ്ദാക്കിയത്. പാഠപുസ്തക അച്ചടിക്കായി റീടെൻഡർ നടത്താനാണ് മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. സിംഗിൾ ടെൻഡർ ആണ് മാത്രമായിട്ടാണ് വന്നത്. അതുകൊണ്ട് ഒരു റീടെൻഡർ പരമാവധി വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഷോർട്ട് ടെൻഡർ നടത്താനായിട്ട് തീരുമാനിച്ചു. പുതിയ അധ്യയന വർഷം ആരംഭിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും പാഠപുസ്തക അച്ചടി പൂർത്തിയാകാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചു. ഒരു അംശം ഇത് നമുക്ക് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സാധിച്ചില്ല. അത് വീഴ്ചയാണോ എന്ന് ചോദിച്ചാൽ അതൊരു കുറവാണ്. ആ കുറവ് നികത്തും. വന്ന സാഹചര്യം എന്നാന്ന് ചോദിച്ചാൽ ഗവൺമെൻറ്റിൻ്റെ കാര്യം എല്ലാ നടപടിക്രമങ്ങളും പാലിച്ച് മാത്രമേ പറ്റൂ. സർക്കാർ പ്രസിലെ പാഠപുസ്തക അച്ചടി ജൂൺ 4 മുതൽ നിർത്തിവെച്ചതിനെക്കുറിച്ച് അന്വേഷിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സിംഗിൾ ടെൻഡറായി വന്നതുകൊണ്ടാണ് റീടെൻഡർ നടത്താൻ തീരുമാനിച്ചത്. പരമാവധി വേഗത്തിൽ റീടെൻഡർ നടപടികൾ പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. എന്നാൽ പാഠപുസ്തക അച്ചടി KBPS, സർക്കാർ പ്രസ്സുകൾ എന്നിവയ്ക്ക് നൽകുന്നതിനു പകരം സ്വകാര്യ പ്രസ്സുകൾക്ക് നൽകാനുള്ള തീരുമാനത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ മുഖ്യമന്ത്രി വേഗം വാർത്താസമ്മേളനം നിർത്തി എഴുന്നേറ്റ് പോവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പാഠപുസ്തക അച്ചടിയിലെ ക്രമക്കേട് അന്വേഷിക്കാൻ ലോകായുക്ത ഉത്തരവിട്ടു. അച്ചടിയിലുണ്ടായ കാലതാമസവും അന്വേഷിക്കണമെന്ന് ലോകായുക്ത 1 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും ലോകായുക്ത നിർദ്ദേശിച്ചു. മോദി ഭരണത്തിന് കീഴിൽ RSS അഴിഞ്ഞാടുന്നതായി പിണറായി വിജയൻ. ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെ RSS ആക്രമണങ്ങൾ അഴിച്ചുവിടുകയാണ്. അടികിട്ടിയ ക്രൈസ്തവർ RSS ആണ് തങ്ങളെ തല്ലിയതെന്ന് പറയാൻ മടിക്കേണ്ടെന്നും പിണറായി പറഞ്ഞു. പെന്തക്കോസ്ത് വിശ്വാസികളുടെ സെക്രട്ടേറിയറ്റ് മുന്നിലെ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു പിണറായി വിജയൻ. രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെ അമർച്ച ചെയ്ത് മതാധിപത്യ രാജ്യമാക്കാനാണ് RSS ശ്രമിക്കുന്നതെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. കഴിഞ്ഞ ഞായറാഴ്ച ആറ്റിങ്ങലിൽ BJP RSS സംഘത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ പെന്തക്കോസ്ത് വിശ്വാസികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിശ്വാസികൾ ഭയപ്പെടരുതെന്നും മർദ്ദനമേറ്റാൽ അത് RSS മർദ്ദിച്ചതാണെന്ന് തുറന്നു പറയാൻ തന്നിടം കാണിക്കണമെന്നും പിണറായി വിജയൻ ആഹ്വാനം ചെയ്തു. തല്ലുകൊണ്ടിട്ടും RSS ആണെന്ന് പറയാൻ മടി കാണിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ മടിക്കേണ്ടതായിട്ടില്ല. സ്വാഗത പ്രസംഗത്തിൽ RSS എന്നൊരു വാക്ക് ഇവിടെ പറഞ്ഞില്ല. എന്തിനങ്ങനെ മടിക്കുന്നു? RSSകാർ വന്നാണല്ലോ തല്ലിയത്. RSSനെ RSS തന്നെ പറയണ്ടേ? സമുദായങ്ങളൊന്നും ഇവിടെ മറ്റു സമുദായങ്ങൾക്കെതിരല്ല. ഒരു കാര്യം ഉറപ്പാണ്, ഇവിടെ RSSനൊന്നും ചെയ്യാൻ കഴിയില്ല. നിങ്ങൾക്ക് എവിടെയെല്ലാം പ്രാർത്ഥിക്കണോ അവിടെയെല്ലാം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ടാകും. സംഘപരിവാർ ശക്തികൾ ബലം പ്രയോഗിച്ചു നടത്തുന്ന മതപരിവർത്തനങ്ങളിൽ പ്രധാനമന്ത്രിക്ക് പോലും മൗനമാണെന്ന് പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മതപരിവർത്തനത്തിന്റെ പേരിൽ RSS രാജ്യത്ത് സംഘർഷവും വർഗീയ അസ്വാസ്ഥ്യവും ഉണ്ടാക്കുന്നതായും പിണറായി വിജയൻ പറഞ്ഞു. 4-ാം തീയതിയാണ് ആറ്റിങ്ങൽ KSRTC സ്റ്റാൻഡിന് സമീപത്തെ പെന്തക്കോസ്ത് വിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ RSS സംഘം ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ 9ഓളം പേർക്ക് പരിക്കേറ്റു. ലക്ഷങ്ങളുടെ നാശനഷ്ടമുണ്ടായി. സ്ത്രീകളെയും കുട്ടികളെയും പോലീസ് സാന്നിധ്യത്തിൽ RSS പ്രവർത്തകർ ആക്രമിച്ചു. സംഭവത്തിൽ 5 പേരെ മാത്രമാണ് പോലീസ് ഇതുവരെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ പ്രതിഷേധിച്ചാണ് അഖിലേന്ത്യാ പെന്തക്കോസ്ത് ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തിയത്. CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ, PC ജോർജ് MLA, രാജു എബ്രഹാം MLA, NCP നേതാവ് ഉഴവൂർ വിജയൻ എന്നിവർ ധർണയ്ക്ക് അഭിവാദ്യമർപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആറ്റിങ്ങൽ സംഭവത്തിൽ പോലീസ് RSSുമായി ഒത്തുകളിക്കുന്നതായി പെന്തക്കോസ്ത് പാസ്റ്റർമാർ. ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന പാസ്റ്റർമാരുടെ രഹസ്യയോഗത്തിലാണ് വിമർശനം ഉയർന്നത്. യോഗത്തിൽ രമേശ് ചെന്നിത്തലയും പങ്കെടുത്തിരുന്നു. KPCC പ്രസിഡന്റ് VM സുധീരൻ, മന്ത്രി VS ശിവകുമാർ, CP ജോൺ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു ആറ്റിങ്ങലിൽ പെന്തക്കോസ്ത സഭാ വിശ്വാസികൾക്കെതിരെ RSS പ്രവർത്തകർ ആക്രമണം നടത്തിയത്. 40ഓളം RSSുകാർ പ്രാർത്ഥനാ ഹാളിലേക്ക് കയറി പ്രാർത്ഥന അലങ്കോലപ്പെടുത്തുകയും പ്രാർത്ഥനാ ഹാൾ അടിച്ചു തകർക്കുകയും ചെയ്തു. എന്നാൽ 20 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ഇതിൽ 5 പേരെ മാത്രമേ പോലീസ് അറസ്റ്റ് ചെയ്തുള്ളൂ. പോലീസ് നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് സഭാ വിശ്വാസികൾക്കുള്ളത്. പ്രശ്നം ഒത്തുതീർപ്പാക്കുവാൻ തിരുവനന്തപുരത്തെ കോൺഗ്രസ് നേതാക്കൾ ഇടപെട്ട് പാസ്റ്റർമാരുടെ രഹസ്യയോഗം വിളിച്ചു. ഈ യോഗത്തിലും ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷ വിമർശനമുയർന്നു.
ആറ്റിങ്ങലിൽ പോലീസ് RSSനെ തുണക്കുന്നുവെന്നായിരുന്നു പ്രധാന വിമർശനം. കോൺഗ്രസ് RSSന്റെ ബി ടീമായി പ്രവർത്തിക്കുന്നുവെന്നും പാസ്റ്റർമാർ കുറ്റപ്പെടുത്തി. RSSനെ പ്രകോപിപ്പിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുത് എന്നാണ് പോലീസ് പെന്തക്കോസ്ത സഭയ്ക്ക് നിർദ്ദേശം നൽകിയത്. ഇതിനെതിരെയും യോഗത്തിൽ വിമർശനം ഉയർന്നു. ആറ്റിങ്ങൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടായിരുന്നു രഹസ്യയോഗം. മണ്ഡലത്തിലെ പെന്തക്കോസ്ത സഭാ വിശ്വാസികളുടെ വോട്ട് നേടുക എന്നതായിരുന്നു യോഗത്തിന്റെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പ്രവീൺ തൊഗാഡിയ വന്നത് SNDP വിഴുങ്ങാനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ശ്രീനാരായണ ഗുരുവിനെ തൃശൂലത്തിൽ തറയ്ക്കാനാണ് ശ്രമമെന്നും കോടിയേരി പറഞ്ഞു. SNDP യോഗത്തിൻ്റെ പരിപാടിയിൽ ആരെ ക്ഷണിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് SNDP തന്നെയാണ്. പക്ഷേ ശ്രീനാരായണ ഗുരുദേവരെ RSSന്റെ ശൂലത്തിൽ കുത്തി നിറയ്ക്കുന്ന പരിപാടി ശരിയല്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ എല്ലാ തത്വങ്ങൾക്കും വിരുദ്ധമാണ് RSS പ്രവർത്തിക്കുന്നത്. ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ശ്രീനാരായണ ഗുരുവിനെ ഒരു ക്ഷേത്രത്തിൽ പോലും പ്രവേശിപ്പിച്ചിട്ടില്ല. അപ്പോൾ ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്ഷേത്ര പ്രവേശനത്തിന് വേണ്ടി നടത്തിയ സമരത്തിൽ ഒരു സ്ഥലത്തും RSS ഉണ്ടായിട്ടില്ല. അന്നല്ല ഹിന്ദുത്വം ഉയർത്തിപ്പിടിച്ച് ഇപ്പോൾ പ്രവർത്തിക്കുന്ന ആളുകൾ ശ്രീനാരായണ ഗുരുവിൻ്റെ തത്വങ്ങൾക്ക് പൂർണ്ണമായി നിഷേധാത്മകമായ നിലപാടാണ് RSSൻ്റെ തത്വശാസ്ത്രം തന്നെ. ഇന്നതിനെ വക്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ളൊരു പ്രചാരവേലയ്ക്ക് ഉപയോഗിക്കാനൊരു സൗകര്യം RSSന് SNDP ചെയ്തു കൊടുക്കാൻ പാടില്ല. സർക്കാരിനെതിരെ വിമർശനവുമായി പെന്തക്കോസ് സഭാ വികാരി. പെന്തക്കോസ് സഭകൾക്കെതിരായ ആക്രമണങ്ങളിൽ സർക്കാർ നടപടിയെടുക്കുന്നില്ലെന്ന ആരോപണം. കുന്നംകുളത്ത് ആരാധനാലയവും വാഹനവും കത്തിച്ച കേസിൽ 3 മാസമായിട്ടും പ്രതികളെ കണ്ടെത്താനായിട്ടില്ല. മൗലികാവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ആരോപണം. ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഗുരുവായൂർ സെന്റർ മേധാവി പാസ്റ്റർ MG ഇമാനുവലാണ് വിമർശനം ഉന്നയിച്ച് രംഗത്ത് വന്നത്. പെന്തക്കോസ്ത് ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഗുരുവായൂർ അധ്യക്ഷൻ പാസ്റ്റർ MG ഇമാനുവലാണ് സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയത്. തൃശൂർ കുന്നംകുളത്ത് പെന്തക്കോസ്ത് ആരാധനാലയം ആക്രമിച്ച് 3 മാസം പിന്നിട്ടിട്ടും സംഭവത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിനായിരുന്നില്ല. സംഭവശേഷം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സ്ഥലത്ത് സന്ദർശനം നടത്തിയെങ്കിലും കേസ് മുന്നോട്ടു പോയില്ല. പെന്തക്കോസ്ത് സഭകൾക്കെതിരായ ആക്രമണങ്ങളിൽ നടപടിയുണ്ടാകുന്നില്ലെന്നും ന്യൂനപക്ഷമായതിനാൽ തങ്ങൾ അവഗണന നേരിടുകയാണെന്നും പാസ്റ്റർ MG ഇമാനുവൽ പറഞ്ഞു. ഈ സംഭവം നടന്നിട്ട് ആഭ്യന്തരമന്ത്രി വന്നു പോയതല്ലാതെ ഇവിടെ ആരും കടന്നു വന്നിട്ടില്ല. 5 ദിവസം ഇവിടെ നല്ല റഷായിരുന്നു. അതിനുശേഷം ഒരു മനുഷ്യനും ഈ ആലയത്തിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. എന്തായി എന്ന് പോലൊരു വാക്ക് പോലും ആരും ചോദിച്ചിട്ടില്ല. മാർച്ച് 26 രാത്രിയായിരുന്നു ആക്രമികൾ ആരാധനാലയത്തിന് തീയിട്ടത്. കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന കാറും 2 ബൈക്കുകളും പൂർണ്ണമായി കത്ത് നശിച്ചു. അന്വേഷണം ഊർജിതമാക്കാൻ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ ഉറപ്പ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും കേസിൽ അന്വേഷണം നടന്നില്ല. ആരാധനാലയങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ വർദ്ധിക്കുമ്പോഴും തങ്ങളുടെ മൗലിക അവകാശങ്ങൾ ഉറപ്പാക്കാനോ നീതി ലഭ്യമാക്കാനോ സർക്കാർ തയ്യാറാകുന്നില്ല. നിലവിലെ അരക്ഷിതാവസ്ഥയിൽ സഭ ആശങ്കാകുലരാണെന്നും പാസ്റ്റർ ഇമാനുവൽ പീപ്പിൾ TVയോട് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കരിപ്പൂർ ആക്രമണ കേസിൽ പ്രതിചേർത്ത 9 CSF ഉദ്യോഗസ്ഥരുടെ അറസ്റ്റ് നീളുന്നു. ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘത്തിന് മുൻപാകെ ഹാജരാക്കാൻ CSF 3 ദിവസത്തെ സമയം തേടി. അതേസമയം റിമാൻഡിൽ കഴിയുന്ന ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷ കൂടുതൽ വാദം കേൾക്കുന്നതിനായി കോടതി മാറ്റിവെച്ചു. അന്വേഷണ സംഘം പ്രതിചേർത്ത 9 ഉദ്യോഗസ്ഥരെ ഹാജരാക്കാൻ 3 ദിവസത്തെ സമയമാണ് CSF തേടിയത്. പകരം ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കായി വിമാനത്താവളത്തിൽ നിയോഗിക്കാനുള്ള സമയം നൽകണമെന്നാണ് CSFന്റെ ആവശ്യം. അതേസമയം റിമാൻഡിൽ കഴിയുന്ന 4 CSF ഉദ്യോഗസ്ഥരുടെ ജാമ്യാപേക്ഷ കൂടുതൽ വാദം കേൾക്കുന്നതിനായി കോടതി മാറ്റിവെച്ചു. ഇവർക്കെതിരെ ചുമത്തിയ അതിക്രമിച്ചു കയറി അക്രമമുണ്ടാക്കൽ, ദേഹോപദ്രവം ഏൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ നിലനിൽക്കുന്നതല്ലെന്ന് കോടതി കണ്ടെത്തി. ജാമ്യാപേക്ഷയിൽ കൂടുതൽ വാദം കേൾക്കണമെന്നും കേസ് ഡയറി ഹാജരാക്കണമെന്നും അന്വേഷണ സംഘത്തോട് കോടതി നിർദ്ദേശിച്ചു. കരിപ്പൂർ സംഭവവുമായി ബന്ധപ്പെട്ട് കരിപ്പൂർ CI സന്തോഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം എയർപോർട്ട് അതോറിറ്റി ഉദ്യോഗസ്ഥരുടെ സാക്ഷിമൊഴി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കടകംപള്ളി ഭൂമി തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് MLA വർക്കല കഹാറിന്റെ ഭാര്യ സഹോദരൻ മൂസക്കുട്ടിയെ CBI ചോദ്യം ചെയ്തു. തിരുവനന്തപുരം CBI ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്തത്. രാവിലെ വിളിച്ചു വരുത്തിയ മൂസക്കുട്ടിയെ വൈകുന്നേരം വരെ ചോദ്യം ചെയ്തു. ഭൂമി തട്ടിപ്പിന്റെ പണമിടപാട് നടത്തിയവരിൽ ഒരാളാണ് മൂസക്കുട്ടി. കാപ്പാട് ബീച്ചിൽ മാസപ്പിറവി കണ്ടതിനാൽ നാളെ റമസാൻ 1. പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ അറിയിച്ചതാണിത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരും മാസപ്പിറവി സ്ഥിരീകരിച്ചു. മാസപ്പിറവി കണ്ടതായി കോഴിക്കോട് ഹാസി സയ്യിദ് അഹമ്മദ് കോയത്തങ്ങളും അറിയിച്ചു. ഇതോടെ റംസാൻ വ്രതാരംഭങ്ങൾക്ക് നാളെ തുടക്കമാകും. ഗൾഫ് മേഖലയിലും നാളെയാണ് റംസാൻ വ്രതം ആരംഭിക്കുക.
തെരഞ്ഞെടുപ്പ് പ്രചരണം മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ സ്ഥാനാർത്ഥികളുടെ വാഹന പ്രചരണം തുടരുകയാണ്. രാവിലെ 9 മണിക്ക് തുടങ്ങുന്ന പ്രചരണം സമാപിക്കുന്നത് രാത്രി 9 മണിയോടെയാണ്. LDF സ്ഥാനാർത്ഥി MP ജയകുമാർ വെള്ളനാട് പഞ്ചായത്തിലെ കടുക്കാമൂട്ടത്ത് നിന്നാണ് പര്യടനം ആരംഭിച്ചത്. വെള്ളനാട് ടൗണിൽ പ്രചാരണം സമാപിച്ചു. നിരവധി പ്രവർത്തകരുടെയും വാഹനങ്ങളുടെയും അകമ്പടിയോടെയാണ് സ്ഥാനാർത്ഥി പര്യടനം നടത്തിയത്. വിവിധ കേന്ദ്രങ്ങളിൽ നിരവധി പേർ സ്ഥാനാർത്ഥിയെ വരവേൽക്കാനെത്തി. സ്വീകരണ കേന്ദ്രങ്ങൾ ഇളകി മറിയുക, ആകെ ഒരു നാടിന്റെ ഉത്സവമായിട്ടാണ് ജനങ്ങൾ, നാട്ടുകാർ ഇതിനെ കാണുന്നത്. വെള്ളനാട്ടെ ഗ്രാമീണ മേഖലയിലാണ് LDF സ്ഥാനാർത്ഥി MP ജയകുമാർ ഇന്ന് പര്യടനം നടത്തിയത്. ആവേശകരമായ സ്വീകരണമാണ് ഓരോ കേന്ദ്രങ്ങളിലും MP ജയകുമാറിന് ലഭിച്ചത്. അത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തവുമാണ്. ശബരിനാഥിന്റെ വാഹന പര്യടനം 3-ാം ദിവസത്തിലേക്ക് കടന്നു. അരുവിക്കര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിരുന്നു ഇന്ന് പര്യടനം. ആദ്യ ദിവസം തൊളിക്കോട് പഞ്ചായത്തും പിന്നെ പൂവച്ചിലും ഇന്ന് അരുവിക്കരയുമാണ്. എല്ലായിടത്തും അവിടുത്തെ അമ്മമാരും സഹോദരന്മാരും ഗുരുക്കളന്മാരും എല്ലാവരും എന്നെ കാണാൻ നിൽക്കുന്നുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നുണ്ട്. ചുരുങ്ങിയ വാക്കുകളിൽ പ്രസംഗം, പരമാവധി വോട്ടർമാരെ നേരിൽ കാണാൻ ഒരു ഓട്ടപ്രദക്ഷിണം. പ്രചരണം അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. വാഹന പര്യടനത്തിലൂടെ പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനാണ് ശബരിനാഥിന്റെ ശ്രമം. ഒ രാജഗോപാലിന്റെ നിയോജക മണ്ഡലം പര്യടന പരിപാടിക്ക് തുടക്കമായി. സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ ഈ തിരഞ്ഞെടുപ്പോടെ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് V മുരളീധരൻ തേങ്ങയെറിഞ്ഞുടച്ചുകൊണ്ടാണ് ഒ രാജഗോപാലിന്റെ അരുവിക്കരയിലെ നിയോജക മണ്ഡലം പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തത്. PV കുട്ടനും MR സജേഷിനുമൊപ്പം S ജീവൻകുമാർ, അരുവിക്കര. KM മാണിയെ ഒഴിവാക്കി അരുവിക്കരയിൽ കേരള കോൺഗ്രസ് കൺവെൻഷൻ. മാണിക്ക് പകരം കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത മന്ത്രി PJ ജോസഫ് ബാർക്കോഴ സംബന്ധിച്ച് മൗനം പാലിച്ചു. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പാർട്ടി വർക്കിംഗ് ചെയർമാൻ PJ ജോസഫ് ബാർക്കോഴ ആരോപണങ്ങളെക്കുറിച്ച് മൗനം പാലിച്ചു. KM മാണിയുടെ അസാന്നിധ്യം സംബന്ധിച്ചുയർന്ന ആരോപണങ്ങളെക്കുറിച്ചും PJ ജോസഫ് പ്രസംഗത്തിൽ ഒന്നും സൂചിപ്പിച്ചില്ല. KM മാണി പ്രചരണ രംഗത്ത് എത്തുമെന്നോ ഇല്ലെന്നോ PJ ജോസഫ് വ്യക്തമാക്കാതിരുന്നതും ശ്രദ്ധേയമായി. ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ച് വൻപിച്ച ഭൂരിപക്ഷത്തിന് ശ്രീ ശബരിനാഥിനെ വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. ബാർക്കോഴ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഇടതുമുന്നണിയും BJPയും ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് KM മാണിയെ ഒഴിവാക്കി കേരള കോൺഗ്രസ് കൺവെൻഷൻ അരുവിക്കരയിൽ വിളിച്ചു ചേർത്തത്. മാണി പ്രചാരണത്തിന് എത്തുന്നതിൽ താൽപ്പര്യമില്ലെന്ന് UDF നേതൃത്വം കേരള കോൺഗ്രസിനെ അറിയിച്ചിരുന്നു. PJ ജോസഫാകും കേരള കോൺഗ്രസിനു വേണ്ടി അരുവിക്കരയിൽ പ്രചാരണത്തിന് വരും ദിവസങ്ങളിൽ ഇറങ്ങുക. KM മാണിയുടെ മകനും MP-യുമായ ജോസ് കെ മാണിയെയും പ്രചാരണ രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, അരുവിക്കര. ലളിത് മോഡി വിവാദത്തിൽ കൂടുതൽ നേതാക്കൾ കുടുങ്ങുന്നു. മുൻ കേന്ദ്രമന്ത്രിമാരായ ശരത് പവാർ, പ്രഫുൽ പട്ടേൽ, രാജീവ് ശുക്ല തുടങ്ങിയവർ തന്നെ സഹായിച്ചിട്ടുണ്ടെന്ന് ലളിത് മോഡി വെളിപ്പെടുത്തി. പുതിയ വെളിപ്പെടുത്തലുകൾ വന്നതോടെ BJPക്ക് പിന്നാലെ NCPയും കോൺഗ്രസും വീട്ടിലായി. ഇന്ത്യ ടുഡേ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ലളിത് കുമാർ മോദി തന്നെ സഹായിച്ചവരുടെ പേരുകൾ വെളിപ്പെടുത്തിയത്. സുഷമ സ്വരാജിന്റെ കുടുംബവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് വെളിപ്പെടുത്തിയ മോദി കോൺഗ്രസ് NCP നേതാക്കളെയും വെറുതെ വിട്ടില്ല. NCPയുടെ മുതിർന്ന നേതാക്കളായ ശരത് പവാർ, പ്രഫുൽ പട്ടേൽ, കോൺഗ്രസ് നേതാവ് രാജീവ് ശുക്ല എന്നിവർ കേന്ദ്രമന്ത്രിമാരായിരുന്നപ്പോൾ തന്നെ സഹായിച്ചിട്ടുണ്ടെന്നാണ് മോദിയുടെ പുതിയ വെളിപ്പെടുത്തൽ. സുഷമയുടെ ഭർത്താവ് സ്വരാജ് കൗശൽ കഴിഞ്ഞ 22 വർഷമായി തന്റെ അഭിഭാഷകനാണ്. സ്വരാജ് കൗശലും മകൾ ബെൻസൂരിയും പ്രതിഫലം വാങ്ങാതെയാണ് തനിക്ക് നിയമസഹായം നൽകുന്നത്. ഭാര്യയുടെ ചികിത്സയ്ക്കായി പോർച്ചുഗലിലേക്ക് പോകുമ്പോൾ സഹായിക്കാൻ വസുന്ധര രാജയും കൂടെ വന്നിരുന്നെന്നും ലളിത് മോദി പറഞ്ഞു. അതേസമയം മുൻ ധനമന്ത്രി ചിദംബരം തന്നെ കുടുക്കാനാണ് ശ്രമിച്ചിട്ടുള്ളതെന്നും മോദി ആരോപിച്ചു. UK വിട്ടുപോകാതിരിക്കാൻ ബ്രിട്ടീഷ് അധികാരികളുമായി UPA സർക്കാർ രഹസ്യധാരണ ഉണ്ടാക്കിയിരുന്നു. കോൺഗ്രസ് നേതാക്കൾക്കെതിരെ കൂടി വെളിപ്പെടുത്തൽ വന്നതോടെ സുഷമ സ്വരാജിന് നേരെയുള്ള കോൺഗ്രസിന്റെ ആക്രമണവും ദുർബലമാകുകയാണ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. റബ്ബർ സംഭരണം സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തീരുമാനമാകാതെ പിരിഞ്ഞു. വെയർഹൌസുകൾ വഴി റബ്ബർ സംഭരിക്കണമെന്ന കർഷകരുടെ ആവശ്യം പ്രായോഗികമല്ലെന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. വിഷയത്തിൽ അന്തിമ തീരുമാനമെടുക്കാൻ 4 ദിവസത്തിനകം ഉപസമിതി ചേരും. ബാർക്കോഴ കേസിൽ വിജിലൻസ് SP-യുടെ അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി. ഓൾ കേരള ആന്റി കറപ്ഷൻ ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ കൗൺസിലാണ് ഹർജി നൽകിയത്. വിജിലൻസിന്റെ നിഷ്പക്ഷത അന്വേഷിക്കണമെന്നും ഹർജിയിൽ ആവശ്യമുണ്ട്. സരിത കത്തെഴുതിയത് പോലീസ് കസ്റ്റഡിയിൽ വെച്ചെന്ന് പത്തനംതിട്ട ജയിൽ സൂപ്രണ്ട് സോളാർ കമ്മീഷനിൽ മൊഴി നൽകി. ജയിൽ സൂപ്രണ്ട് വിശ്വനാഥക്കുറുപ്പാണ് മൊഴി നൽകിയത്. ജിദ്ദയിലെ OICC കണ്ണൂർ ജില്ലാ വാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് KMCC പ്രവർത്തകർ നടത്തിയ അക്രമത്തെ തുടർന്ന് OICC KMCC ബന്ധം വഷളായി. മുൻ MP K സുധാകരൻ, പേരാവൂർ MLA സണ്ണി ജോസഫ്, കണ്ണൂർ DCC പ്രസിഡന്റ് K സുരേന്ദ്രൻ
എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് കണ്ണൂർ ജില്ലാ KMCC പ്രവർത്തകർ അക്രമം നടത്തിയത്. യോഗത്തിനിടെ ഒരുപറ്റം KMCC പ്രവർത്തകർ കസേരകൾ എറിയുകയും പ്രൊജക്ടർ നശിപ്പിക്കുകയും ചെയ്തു. അക്രമികൾ ഭക്ഷണത്തിൽ മണ്ണ് വാരിയിട്ടെന്നും ആരോപണമുണ്ട്. നെൽകർഷകരുടെ സമരം പിൻവലിച്ചു. നെല്ല് സംഭരണ കുടിശ്ശിക ഈ മാസം അവസാനം നൽകുമെന്ന ഉറപ്പിന്മേലാണ് സമരം പിൻവലിച്ചത്. മുഖ്യമന്ത്രിയുമായി കർഷകർ നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. അർഹതപ്പെട്ട കർഷകർക്ക് നെല്ല് സംഭരണത്തിൻ്റെ കുടിശ്ശിക പൂർണ്ണമായും കൊടുത്തു തീർക്കാനുള്ള നടപടി സ്വീകരിക്കും എന്ന് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിരിക്കുകയാണ്. ജൂൺ 30-നകം മുഴുവൻ കർഷകർക്കും നെല്ലുവില ലഭ്യമാക്കണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. മുഖ്യമന്ത്രി അത് സംബന്ധിച്ചു അതിനുള്ള ക്രമീകരണങ്ങൾ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റും ധനകാര്യ വകുപ്പുമായിട്ട് ഇപ്പോൾ ചർച്ച ചെയ്ത് തീരുമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഞങ്ങളെ പ്രഖ്യാപിച്ച സമരം കുട്ടനാട് ഉപസമിതിയിലെ സമരസമിതി പിൻവലിക്കുകയാണ്. 32ാമത് SFI സംസ്ഥാന സമ്മേളനത്തിന് തൃശൂരിൽ പതാക ഉയർന്നു. വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയെത്തിയ പതാക കൊടിമര ദീപശിഖ ജാഥകൾ വൈകിട്ട് പടിഞ്ഞാറേക്കോട്ടയിൽ സംഗമിച്ച് സമ്മേളന നഗരിയിലെത്തി. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി SC മൊയ്തീൻ പതാക ഉയർത്തിയതോടെയാണ് 4 ദിവസം നീളുന്ന സമ്മേളനത്തിന് തുടക്കമായത്. SFI സംസ്ഥാന സെക്രട്ടറി TP ബിനീഷ് സമ്മേളനത്തിന് ദീപശിഖ ജ്വലിപ്പിച്ചു. നാളെ വിദ്യാർത്ഥി റാലിക്ക് ശേഷം നടക്കുന്ന പൊതുസമ്മേളനം CPM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. കൊച്ചി മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട ഒരാൾ കൂടി പിടിയിൽ. തമിഴ്നാട് സ്വദേശി കാർത്തിക്കിനെ ഗോവയിൽ നിന്നാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. കൊച്ചിയിലെ നിശാപാർട്ടികൾക്കായി മയക്കുമരുന്ന് എത്തിച്ച കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ സിഫിൻ ഫ്രാൻസിനെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലൂടെയാണ് കാർത്തിക് പിടിയിലായത്. ഗോവയിലെ സുഹൃത്തു വഴിയാണ് തനിക്ക് മയക്കുമരുന്ന് ലഭിക്കുന്നത് എന്ന് സിഫിൻ നേരത്തെ മൊഴി നൽകിയിരുന്നു. ഇതേ തുടർന്ന് ഗോവയിലെത്തിയ പ്രത്യേക അന്വേഷണ സംഘം തന്ത്രപൂർവ്വമാണ് തമിഴ്നാട്ടുകാരനായ കാർത്തിക്കിനെ അറസ്റ്റ് ചെയ്തത്. ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിൽ പ്രധാനിയാണ് കാർത്തിക്കെന്നും 13 വർഷമായി ഇയാൾ മയക്കുമരുന്ന് ഇടപാട് നടത്തുന്നതായും പോലീസ് പറഞ്ഞു. കൊച്ചിയിലെ പ്രമുഖ പഞ്ചനക്ഷത്ര ഹോട്ടലായ ലേമരടിയിൽ നടന്ന DJ പാർട്ടിക്കിടെ മയക്കുമരുന്ന് പിടികൂടിയതുമായി ബന്ധപ്പെട്ട് വിവിധ കേസുകളാണ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സിഫിൻ ഫ്രാൻസിസ് 1-ാം പ്രതിയായ ഈ കേസിൽ 2-ാം പ്രതിയാണ് കാർത്തിക്. അടുത്ത ദിവസം കൊച്ചിയിലെത്തിക്കുന്ന പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. മയക്കുമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് റഷ്യൻ സംഗീതജ്ഞൻ സൈക്കോവിസ്കി അടക്കം 7 പേർ ആദ്യം പിടിയിലായതിനു പുറമെ കോക്കാച്ചി മിഥുൻ അടക്കം 14 പേർ നേരത്തെ പിടിയിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി.